നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ നിയന്ത്രണവും ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞു. മോളെ, കളിച്ചതൊക്കെ മതി. കല്ല് കളിച്ച വീട്ടിൽ കടം കയറുന്നാ പറയാ. ചെന്ന് അമ്മ ഇന്നലെ പറഞ്ഞു തന്നതൊക്കെ പഠിച്ചു വെക്ക. മിഠായി ഒരുപാട് കഴിച്ചോ? ഞാനും വിനുവങ്കളും കൂടി മുട്ടായി 4-5 കഴിച്ചു. അത് കൊള്ളാം. വിനുവേട്ടാ, കുട്ടികൾ മിഠായി കൂടുതൽ തിന്നാൻ പാടുണ്ടോ? പിന്നെന്തിനാ മിഠായി കഴിപ്പിച്ചത്? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്കൊരു സ്ഥലം വരെ പോവണം. ദിയമോൾക്ക് ഫിസിയോതെറാപ്പി നടക്കല്ലേ? നല്ല ചെലവുണ്ടായിരിക്കുമല്ലോ. എത്ര പണം വേണമെന്ന് വെച്ചാലും ചോദിച്ചോളൂ, ഞാൻ തന്നേക്കാം. എത്ര കാശാ വേണ്ടേന്ന് പറഞ്ഞോ? തൽക്കാലം കാശൊന്നും വേണ്ട ഏട്ടാ. ഏതോ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ചികിത്സയ്ക്ക് വേണ്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പണച്ചെലവുമില്ല. എല്ലാം ദേവിയുടെ അനുഗ്രഹം. അത് നന്നായി. തെറാപ്പി കഴിഞ്ഞാൽ കുട്ടിക്ക് ടോണിക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഏത് ടോണിക്കാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ എത്തിച്ചോളാം. അല്ല, ഇത്രയധികം മിഠായി എന്തിനാ വാങ്ങിച്ചു കൊടുത്തേ? വലിയ വീട്ടിൽ നല്ല നിലയിൽ കഴിഞ്ഞ കുട്ടിയല്ലേടി. നമ്മുടെ പണത്തിന്റെ കുറവൊന്നും കുട്ടിയെ അറിയിക്കരുത്. ദിയുടെ കാര്യത്തിന് എത്ര പണം മുടക്കാനും എനിക്കൊരു മടിയില്ല. അതോർത്ത് നിനക്കൊരു ടെൻഷനും വേണ്ട. കുട്ടിയോട് ദേഷ്യം കാണിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ സംഭവിച്ചതാ. പിന്നീട് മനസ്സിലായി, ആരോരുമില്ലാത്തൊരു കുട്ടിക്ക് അല്പം ആശ്വാസം പകരുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണെന്ന്. മോൾക്കിപ്പോ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട അങ്കിളെ. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ ദിയമ്മൾക്ക് ബുക്കും പെൻസിലും പേനയും വേണം. ശരി, അതൊക്കെ ഞാൻ മേടിച്ചു തരാം. പ്രകാശ് ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കുമോളെ. അല്ല, ഏട്ടന് എന്ത് കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുള്ളത്? ഒന്നും വേണ്ട. മൂത്ത സഹോദരനാണെന്നുള്ള പരിഗണനയും സ്നേഹവും കിട്ടിയാൽ മാത്രം മതി. അതിനപ്പുറം ഒരു കാര്യവും എനിക്ക് നിന്നെ കൊണ്ട് സാധിക്കാനില്ല. ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതാ. വരട്ടെ. ഈശ്വര, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വിനുവേട്ടൻ ഇപ്പൊ കാണിച്ചത് എന്തെന്ന് മനസ്സിലായോ? വലിയ വട്ടം വരച്ച് കാണിച്ചതിന് ലോകം എന്നാണ് അർത്ഥം. ലോകം അവസാനിക്കാൻ പോകുന്നു ഉദ്ദേശിച്ചത്. പ്രകാശേട്ടന്റെ മാറ്റം കണ്ട അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. വന്ദനമ്മ പെട്ടെന്ന് വന്നേക്കാം. അതെ, മുറിയിലിരുന്ന് പഠിക്കണം കേട്ടോ. അല്ല, വിനോട്ടിന് ജോലിയൊന്നുമില്ലേ? അതെ, ഇത് കയ്യിൽ സൂക്ഷിച്ചു വെച്ചോ. ഇവൾക്കിനി കൊടുക്കണ്ട.
എങ്ങനെയോ ശ്യാമിനെ ഒന്ന് കാണണം. ആദ്യം ശ്യാമിന്റെ കോളേജിൽ പോയെന്ന് അന്വേഷിക്കാം. അച്ഛമ്മേ എന്തൊരു മൂഡൌട്ടായിട്ട് ഇരിക്കുന്നേ. വിനുവും ദിയമോളൊന്നും കൂട്ടിനില്ലേ? വയസ്സാവുമ്പോ ദൈവം മാത്രമേ കൂട്ടിനുണ്ടാവൂ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിലും അതെ. എന്നാൽ ആ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദാ നോക്കിയേ, കണ്ടടണ്ടണ്ടേ. ഇതേ അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മുറുക്കാൻകൂട്ട. നല്ല തളിർവെറ്റിലിൻ, ഇളം പാക്കും, ചൊകചൊകപ്പൻ പുകയിലിൻ, നല്ല പാല് പോലത്തെ ചുണ്ണാമ്പൂ. ഗണപതി അണ്ണാച്ചിയുടെ സ്പെഷ്യൽ മുറുക്കാൻ കൂട്ടാണത്. നാടൻ മുറുക്കാന്റെ ലഹരിയും കിട്ടും, നല്ല മധുരവും ആസ്വദിക്കാം. അവിടെ വെച്ചേക്ക്. എപ്പ തുടങ്ങി പുതിയ പരിഷ്കാരങ്ങളൊക്കെ? പരിഷ്കാരങ്ങളൊന്നും തീർന്നിട്ടില്ല അച്ചമ്മേ. കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ നിയന്ത്രണവും ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞു. അയ്യോ, ഇപ്പൊ അച്ചമ്മ കാണുന്ന ശ്രീകൃഷ്ണലീലയുടെ സമയല്ലേ? വെറുതെ ഇരിക്കാതെ TV കാണൂ എന്റെ അച്ചമ്മേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ എന്നെ അത്ഭുതപ്പെടുത്തി കൊല്ലാതെ. വിയർത്തൊലിച്ചിരുന്ന TV കാണണ്ട. ഫാനും ഞാൻ ഇട്ട് തരാം. ഇടയ്ക്ക് ചായ വേണമെങ്കിലേ സുചിത്രയെന്നൊരു വിളി വിളിച്ചാ മതി. നല്ല കടുപ്പത്തിലുള്ള ചായ ഇട്ട് തരാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വരൂ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, പരീക്ഷിക്കാൻ നീ ബഹുവും എടുക്കാനാ. കുറൂരമ്മ നീ ക്രൂരമായിട്ട് പരീക്ഷിക്കുകയാണോ? അമ്മേ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ആ സംശയം എനിക്കും ഉണ്ട് എന്റെ ചന്ദ്രിക. പ്രകാശം പിശുക്കൊക്കെ നിർത്തി പണം ഇറക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുചിത്രേ, നിന്റെ ശുക്രദശ തെളിഞ്ഞടി, തെളിഞ്ഞു. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛമ്മേ. അവന് ഏതോ മാർഗത്തിലൂടെ പണം വരുന്നുണ്ട്. അത് ഗുണത്തിനാണോ ദോഷത്തിനാണോ എന്ന് മനസ്സിലാക്കാൻ എന്താ ഒരു വഴി? കാൽ കാശിന് വകയില്ലാത്ത കുചേലനെ ഭഗവാൻ വാരിക്കോരി കൊടുക്കുന്ന എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത്. അതിരുന്ന് കൺകുളിർക്ക കാണന്റെ മക്കളെ. അയ്യോ, ഇതാ കറണ്ട് പോയി. അയ്യോ, അയ്യോ, ചതിച്ചോ? എന്തു പറ്റിയമ്മേ? അശുഭ ലക്ഷണം, കറണ്ട് പോയി. നല്ല എറണം കെട്ടവനാണ് പ്രകാശൻ. അവനൊരു നല്ല കാര്യം ചെയ്യാൻ പോയി, കറണ്ടും പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.